പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിൽ അരിയല്ലൂർ ജില്ലയിലെ ഗംഗൈകൊണ്ട ചോളപുരത്ത് നടക്കുന്ന ആടിത്തിരുവാതിര ഉത്സവത്തിൽ പങ്കെടുക്കും. ഗംഗൈകൊണ്ട ചോളപുരേശ്വരം സന്ദർശിച്ച ശേഷമാണ് ഈ യാത്ര. രാജേന്ദ്ര ചോളൻ ഒന്നാമൻ ഗംഗാ സമതലങ്ങൾ കീഴടക്കിയതിന്റെ 1000ാമത് വാർഷികത്തിലാണ് പങ്കെടുക്കുക. രാജേന്ദ്ര ചോളനെ ആദരിച്ചുകൊണ്ട് ചടങ്ങിൽ നാണയം ഉൾപ്പെടെ പ്രധാനമന്ത്രി പുറത്തിറക്കും. രാവിലെ 11:50ഓടെയാണ് പ്രധാനമന്ത്രി ഗംഗൈകൊണ്ട ചോളപുരത്തെത്തുക. തുടർന്ന് റോഡ് ഷോ ആയി ക്ഷേത്രത്തിൽ എത്തും. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗംഗൈകൊണ്ട ചോളപുരത്ത് നിന്നും അരുൺ ആലത്തൂറും ഒപ്പം ഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്തും ചേരുന്നുണ്ട്. ശ്രീകാന്ത്, പ്രധാനമന്ത്രിയുടെ തമിഴ്നാട് സന്ദർശനത്തിന് എത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്? ഒപ്പം അദ്ദേഹത്തിന്റെ പരിപാടികൾ ഇന്ന് എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ഒരു തമിഴ്നാടുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം, തമിഴ്നാട്ടിലെ ജനതയുടെ വികാരമായ അവിടുത്തെ ചക്രവർത്തിയായിരുന്ന വ്യക്തി, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പുതുക്കുന്ന, അദ്ദേഹത്തിൻ്റെ ദിഗ്വിജയത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന ദിവസം, ആ ദിവസം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് വൈകാരികമായി തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള ദിവസമാണ്. തമിഴ്നാടിനെ ഒന്നാകെ, അവരുടെ ആഘോഷത്തെ, അവരുടെ സ്വത്വത്തെ ഒന്നാകെ പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനമന്ത്രി ആ പരിപാടിയിൽ ഭാഗമാകുന്നു, ആ സ്വത്വത്തെ അംഗീകരിക്കുന്നു, അതിനെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യം ഒന്നാകെ അതിനൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ് അത് അർത്ഥമാക്കുന്നത്. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, തമിഴ്നാട്ടുകാരുടെ അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായ മഹാക്ഷേത്രങ്ങളടക്കം, അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായ അവരുടെ ആചാരങ്ങൾ, അവരുടെ വിശ്വാസങ്ങളടക്കം അത് ചിട്ടപ്പെടുത്തിയത്, അതിന് രൂപം നൽകിയത് ഈ ചോള രാജാക്കന്മാർക്ക് അതിൽ വലിയ പങ്കുണ്ട്. അതിനാൽ തന്നെ വൈകാരികമായി കൂടി അവർക്ക് ആ രാജവംശത്തോട്, അതുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളോട് ഒരു വൈകാരിക ഇഴയെടുപ്പം കൂടിയുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിനാൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം പ്രാധാന്യമർഹിക്കുന്നത്, പതിവിലും പ്രാധാന്യമർഹിക്കുന്നു എന്ന് പറയേണ്ടി വരും. രണ്ടാമത്തേത് കുറേ രാഷ്ട്രീയ കാരണങ്ങളാണ്. അതിൽ സൗത്ത് ഇന്ത്യ എന്ന രീതിയിലൊരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ സൗത്ത് ഇന്ത്യയെ തഴയുന്നു എന്നൊരു നറേറ്റീവ് DMK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ബിൽഡ് ചെയ്തെടുക്കാനുള്ള ശ്രമം തുടർച്ചയായി നടക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൻ്റെ ഭാഗമായി മാറുന്നതും അതിൽ പങ്കെടുക്കുന്നതും. സ്വാഭാവികമായും ഇത്തരം നറേറ്റീവുകൾക്ക് നേരെയുള്ള മുഖമടച്ച അടി കൂടിയാണ് ഈ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊന്ന്, ഈ തമിഴ് ഭാഷാവികാരം ഇളക്കിവിട്ട് നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്നുള്ള ഒരു ഡിവിഷൻ കൊണ്ടുവരാൻ ഒരു ശ്രമം അതും തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. അതൊരു വ്യാപകമായ നറേറ്റീവ് തന്നെയാണ്. അതുകൂടി ഇല്ലാതാക്കുന്നതാണ് ഈ തമിഴ് സ്വത്വത്തെ ചേർത്ത് പിടിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഈ നടപടി. ഏതാണ്ട് 1 മണിക്കൂർ അദ്ദേഹം ആ ക്ഷേത്രത്തിൽ ചിലവഴിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. അതും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ട് തമിഴ്നാട്ടിൽ. വലിയ നെറേറ്റീവ്സൊക്കെ ക്രിയേറ്റ് ചെയ്തു വെച്ച് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആളുകൾ തമിഴ്നാടിന് നേർക്ക് തമിഴ്നാടിൻ്റെ സ്വത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്നു, തമിഴിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാദങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് അങ്ങനെ കൂടിയൊരു പ്രസക്തിയുണ്ട്. മറ്റൊന്ന്, വികസന പ്രവർത്തനങ്ങളിൽ കേന്ദ്രത്തിൽ നിന്നും മതിയായ പിന്തുണ കിട്ടുന്നില്ല എന്നൊരാക്ഷേപം ഈ സ്റ്റാലിൻ സർക്കാർ തുടർച്ചയായി ഉന്നയിക്കുന്നുണ്ടായിരുന്നു. 4900 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിലടക്കം ഒരു സ്റ്റാലിൻ സർക്കാരിൻ്റെ, DMK സർക്കാരിൻ്റെ ആ നറേറ്റീവ് ഇല്ലാതാക്കുന്ന, അതിനെ തകർക്കുന്ന നീക്കമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. പൂർണ്ണമായ തോതിൽ സാമ്പത്തികമായും വികസന കാര്യത്തിലും അതോടൊപ്പം സാംസ്കാരികമായ കാര്യത്തിലടക്കം തമിഴ്നാടിനെ ചേർത്ത് പിടിക്കുകയാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും. ശരി ശ്രീകാന്ത്, തുടരുക. നമുക്കൊപ്പം ഗംഗൈകൊണ്ട ചോളപുരത്ത് നിന്നും അരുൺ ആലത്തൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ, അവിടുത്തെ വിശേഷങ്ങൾ തത്സമയം നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. എന്തായി പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ? ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. നിരവധി ഉദ്യോഗസ്ഥർ അവസാന ഘട്ടത്തിലും ആ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. തികച്ചും വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള, ഒപ്പം തന്നെ ഈ ഒരു നാടിൻ്റെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ ഇന്ന്
രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നതോടുകൂടെ തന്നെ അത് ലോക ശ്രദ്ധയിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യം. നമുക്കറിയാം, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ തമിഴ്നാട്ടിലേക്ക് എത്തിയിരുന്നു. തൂത്തുക്കുടിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ തമിഴ് ജനങ്ങൾ ഒന്നടങ്കം ഇന്ന് ഉറ്റുനോക്കുന്നത് ഈ ഒരു പരിപാടിയിലേക്കാണ്. കാരണം ഇതുവരെയും ഒരു പ്രധാനമന്ത്രിയും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടില്ല, ഈ ഗംഗൈകൊണ്ട ചോലപുരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പ്രധാനമന്ത്രി മാത്രമല്ല, DMKയുടെ മുഖ്യമന്ത്രിമാരൊക്കെ നിരവധി ആളുകളുണ്ടായിരുന്നു. അവരാരും ഇതുവരെ ഈ ഒരു ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ ഈ രാജേന്ദ്ര ചോളൻ്റെ മണ്ണിലേക്കോ അവരൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ സാഹചര്യത്തിലാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആടിത്തിരുവാതിര ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുന്നതെങ്കിൽ പോലും ഈ രാജേന്ദ്ര ചോളൻ്റെ ഒന്നാമൻ്റെ ഗംഗാ സമതലങ്ങൾ കീഴടക്കിയ ആ 1000ാമത് വർഷത്തിൻ്റെ വാർഷികവും ഒപ്പം തന്നെ രാജേന്ദ്ര ചോളൻ്റെ ജന്മവാർഷികവും ഈ മന്ദിരത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ 1000ാമത്തെ വാർഷികവും അതുപോലെ തന്നെ തെക്ക് കിഴക്കൻ ഏഷ്യ വിജയങ്ങളുടെ 10ാം നൂറ്റാണ്ട് വാർഷികവും ഒക്കെയാണ് ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. അതിനപ്പുറം ഇവിടെ എന്തുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം ഇവിടെ വളരെ പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം എന്നുള്ളത് ഇത്രയും കാലങ്ങൾ ഈ ചോഴ സാമ്രാജ്യത്തെയും അവിടുത്തെ ആ സംസ്കാരത്തെയും ഈ രാജേന്ദ്ര ചോഴൻ്റെ പോരാട്ട കഥകളെയും ഒക്കെ വിസ്മരിക്കുകയായിരുന്നു ചിലപ്പോൾ ഇവിടുത്തെ ദ്രാവിഡ കക്ഷികൾ ചെയ്തിരുന്നത്. അവിടേക്കാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ലോക ശ്രദ്ധയിലേക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ക്ഷേത്രത്തിനെ നമുക്ക് കാണാൻ സാധിക്കും, ഇതിൻ്റെ ഗോപുരവും മറ്റുമൊക്കെ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് നിരവധി ആക്രമണങ്ങൾ ചെറുത്ത് തോൽപ്പിച്ച അല്ലെങ്കിൽ ആ ആക്രമണങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഈ ഗോപുരം ഇവിടെ ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. 1311 മാലിക് ഗഫൂർ എന്നുള്ള മുഗൾ ചക്രവർത്തി ഈ ക്ഷേത്രത്തിനെ കൊള്ളയടിക്കുകയും ഇവിടുത്തെ സമ്പത്ത് കവരുകയും ഈ ക്ഷേത്രത്തെ വലിയ രീതിയിൽ ഇവിടുത്തെ തൂണുകളും മറ്റുമൊക്കെ നശിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം 1756 ഫ്രഞ്ച് പട്ടാളം ഇവിടേക്ക് എത്തി ഈ ക്ഷേത്രത്തെ ആക്രമിക്കുകയുണ്ടായി എന്നുള്ളതാണ്. 1765 അർക്കഡ് നവാബ് എന്ന വ്യക്തി ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഇവിടെ ആക്രമിക്കുകയുണ്ടായി. 1801 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ ക്ഷേത്രത്തെ ആക്രമിച്ച് ഇവിടെ അവരുടെ ആയുധപ്പുരയാക്കിയൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം 1836 ബ്രിട്ടീഷുകാർ കൊല്ലിടം റിവർ ഡാം പണിയുന്നതിന് വേണ്ടി ഈ ക്ഷേത്രത്തിലെ വലിയൊരു ഭാഗം കല്ലുകളും മറ്റുമൊക്കെ അടർത്തി എടുത്തു കൊണ്ടുപോയിട്ടാണ് അവിടെ കൊല്ലിടം പുഴയിൽ ഒരു ഡാം നിർമ്മിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത്തരത്തിൽ ഈ നിരവധി ആക്രമണങ്ങൾ 1311 മുതൽ 1836 വരെയുള്ള കാലഘട്ടത്തിൽ ഒന്നോ രണ്ടോ അല്ല നിരവധി ആക്രമണങ്ങളെയാണ് ഈ ക്ഷേത്രം ചെറുത്ത് തോൽപ്പിച്ച് ഇപ്പോഴും അതിങ്ങനെ പ്രൗഢിയോടെ ആ വാസ്തുകലാവിദ്യ വളരെ മനോഹരമായിട്ടുള്ള ആ ചോഴ വാസ്തുകലയൊക്കെ ഇങ്ങനെ മനോഹരമായി തീർച്ചയായും നമുക്ക് ആ ചരിത്രവും മനോഹരമായ ദൃശ്യങ്ങളും ഒക്കെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടതുണ്ട്.